എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിൽ ഉത്സവം ഏകദേശം 1 മാസക്കാലത്തോളം നീണ്ടു നിൽക്കും. കണ്ണൂർ ജില്ലയുടെ കിഴക്ക് വയനാട് ജില്ലയോട് ചേർന്നാണ് കൊട്ടിയൂർ. വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു. പുഴയുടെ തെക്ക് ഭാഗത്താണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. ഇവിടെ സ്ഥിരം ക്ഷേത്രമുണ്ട്. വടക്ക് ഭാഗത്താണ് അക്കരെ കൊട്ടിയൂർ. എന്നാൽ അവിടെ സ്ഥിരം ക്ഷേത്രമില്ല. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭൂ ആണെന്ന് വിശ്വസിക്കുന്നു. തിരുവഞ്ചേരിയുടെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത്. ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീപാർവതിയെ ആരാധിക്കുന്നത്. തുമ്പയും തുളസിയും കൂവളത്തിലയുമാണ് മണിത്തറയിൽ ഉപയോഗിക്കുന്നത്. ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴിയുടെ ഇലയിലാണ്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിനുള്ള ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവയുടെ ഇലയിലാണ്. ഇന്നത്തെ വീഡിയോയിൽ 2026 കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് നടക്കുന്നത് എന്ന് നോക്കാം. അതുപോലെ തന്നെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകൾക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണ് പ്രവേശനമുള്ളത് എന്നുകൂടി നോക്കാം. അതിനു മുൻപായി കൊട്ടിയൂർ ഐതിഹ്യം അറിയാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഐതിഹ്യം കൂടി പറഞ്ഞു പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് ആദ്യം കൊട്ടിയൂരിലെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷൻ യാഗം നടത്തിയത്. പ്രജാപതികളിൽ പ്രധാനിയായ ദക്ഷന് സർവേശ്വരിയായ ആദിപരാശക്തിയുടെ അനുഗ്രഹത്താൽ സതി എന്നൊരു മകളുണ്ടായി. സാക്ഷാൽ ഭഗവതിയുടെ അംശം തന്നെയായിരുന്നു സതി. സതിക്ക് പരമേശ്വരനായ ശിവനോട് അതിയായ ഭക്തിയും സ്നേഹവുമുണ്ടായി. എന്നാൽ ദക്ഷന് ശിവനെ ഇഷ്ടമായിരുന്നില്ല. ശിവൻ ഒരു സന്യാസിയെപ്പോലെ ശ്മശാനത്തിൽ വസിക്കുന്നതും ഭസ്മം പൂശുന്നതും അപരിഷ്കൃതനെ പോലെ കപാലമാലയും പുലിത്തോലും ധരിക്കുന്നതും ഒരു പർവ്വതത്തിൽ താമസിക്കുന്നതും ദക്ഷന് തീരെ ഇഷ്ടപ്പെട്ടില്ല. സതി ശിവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ഒടുവിൽ ദക്ഷൻ്റെ ഇഷ്ടമില്ലാതെ സതി സ്വയംവരത്തിൽ ശിവനെ വരിച്ചു. ഇത് ദക്ഷൻ്റെ കോപം വർദ്ധിപ്പിച്ചു. ശിവനോടുള്ള ദേഷ്യം കാരണം ദക്ഷൻ ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ചു. ഈ യാഗത്തിലേക്ക് എല്ലാ ദേവന്മാരെയും മഹർഷിമാരെയും ക്ഷണിച്ചു. എന്നാൽ ശിവനെയും സതിയെയും മാത്രം ക്ഷണിച്ചില്ല. യാഗത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും പോകുന്നത് കണ്ടപ്പോൾ സതിക്ക് അതിയായ ദുഃഖമുണ്ടായി. അവൾ ശിവനോട് യാഗത്തിന് പോകണമെന്ന് ആവശ്യപ്പെട്ടു. ശിവൻ സതിയോട് യാഗത്തിന് പോകരുതെന്ന് ഉപദേശിച്ചു. ക്ഷണിക്കാതെ ഒരു സ്ഥലത്ത് പോകുന്നത് ശരിയല്ല, അവിടെ അപമാനം നേരിടേണ്ടി വരും എന്ന് ശിവൻ പറഞ്ഞു. എന്നാൽ പിതാവിനെ കാണാനുള്ള ആഗ്രഹം കാരണം സതി ശിവന്റെ അനുവാദമില്ലാതെ യാഗശാലയിലേക്ക് പോയി. യാഗശാലയിലെത്തിയ സതിയെ ദക്ഷൻ പൂർണ്ണമായും അവഗണിച്ചു. ശിവനെക്കുറിച്ച് ദക്ഷൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വളരെ മോശമായി സംസാരിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. തൻ്റെ ഭർത്താവിനെ അപമാനിക്കുന്നത് കണ്ടപ്പോൾ സതിക്ക് വളരെയധികം ദുഃഖമുണ്ടായി. ഒടുവിൽ പിതാവിൻ്റെ പ്രവൃത്തിയിൽ മനംനൊന്ത് യാഗാഗ്നിയിൽ സ്വയം ദേഹം വെടിഞ്ഞു. സതിയുടെ മരണവാർത്ത അറിഞ്ഞ ശിവന് അതിയായ ദുഃഖവും കോപവും ഉണ്ടായി. ശിവന്റെ കോപം ലോകം മുഴുവൻ പ്രകമ്പനം കൊണ്ടു. തൻ്റെ ജഡ പിഴുതെടുത്ത് നിലത്തടിച്ചപ്പോൾ അതിൽ നിന്നും ഭീകരരൂപിയായ വീരഭദ്രൻ ജന്മം കൊണ്ടു. ശിവൻ വീരഭദ്രനോട് ദക്ഷയാഗം നശിപ്പിക്കാനും ദക്ഷനെ വധിക്കാനും കൽപ്പിച്ചു. വീരഭദ്രനെ സഹായിക്കാൻ ഭദ്രകാളിയെയും ശിവഗണങ്ങളെയും നിയോഗിച്ചു. വീരഭദ്രൻ ഭദ്രകാളിയോടും ശിവഗണങ്ങളോടുമൊപ്പം യാഗശാലയിലേക്ക് കുതിച്ചെത്തി. തുടർന്ന് ഭയങ്കരമായ യുദ്ധം നടന്നു. വീരഭദ്രനും ഭദ്രകാളിയും ദക്ഷന്റെ യാഗം നശിപ്പിച്ചു. ഒടുവിൽ വീരഭദ്രൻ ദക്ഷന്റെ ശിരസ്സറുത്തു. യാഗശാല രക്തക്കളമായി മാറി. ശിവൻ യാഗശാലയിലെത്തി സതിയുടെ ശരീരം കണ്ട് വിലപിച്ചു. ദേവന്മാർ ശിവനോട് മാപ്പ് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ എല്ലാവരുടെയും അഭ്യർത്ഥനയാൽ മഹാദേവൻ ഒരു ആടിൻ്റെ തലവച്ച് ദക്ഷനെ പുനർജീവിപ്പിച്ചു. ദക്ഷൻ
തൻ്റെ തെറ്റ് മനസ്സിലാക്കി ശിവനോട് മാപ്പ് ചോദിച്ചു. ശിവൻ ദക്ഷനെ അനുഗ്രഹിച്ചു. ഏറെ ദുഃഖിതനായ ശിവൻ സതിയുടെ ശരീരവുമായി കണ്ണീരോടെ അലയാൻ തുടങ്ങി. ശിവനെ ഈ അവസ്ഥയിൽ നിന്നും മോചിപ്പിക്കാൻ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്താൽ സതിയുടെ ശരീരം 51 കഷണങ്ങളാക്കി ചിതറിപ്പിച്ചു. അവ ചെന്ന് പതിച്ച സ്ഥലങ്ങൾ എല്ലാം ഭഗവതിയുടെ സാന്നിധ്യമുള്ള 51 ശക്തിപീഠ ക്ഷേത്രങ്ങളായി മാറി. ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാൻ പരാശക്തി വിവിധ ഭാവങ്ങളിൽ അവിടെ കുടികൊണ്ടു. തുടർന്ന് വൈരാഗിയായ ശിവൻ കൊടും തപസ് അനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി. പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുറിച്യരുടെ വാസസ്ഥലമായി. ഒരു കുറിച്യ യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു. ഇതറിഞ്ഞ പടിഞ്ഞേറ്റ നമ്പൂതിരി കൂവയിലയിൽ കലശമാടിയത്രേ. വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യർ ആണെന്ന് കരുതുന്നു. ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 27 നാളുകളിലാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത്. ഇനി നമുക്ക് കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് നോക്കാം. 2026 മെയ് 2 പ്രാക്കൂഴം, അതായത് ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. മെയ് 23 നീരെഴുന്നള്ളത്ത്, മെയ് 29 നെയ്യാട്ടം, മെയ് 30 ഭണ്ഡാരം എഴുന്നള്ളത്ത്, ജൂൺ 5 തിരുവോണം ആരാധന, ജൂൺ 7 ഇളനീർ വെപ്പ്, ജൂൺ 8 ഇളനീരാട്ടം അഷ്ടമി ആരാധന, ജൂൺ 10 രേവതി ആരാധന, ജൂൺ 14 രോഹിണി ആരാധന, ജൂൺ 16 തിരുവാതിര ചതുശ്ശതം, ജൂൺ 17 പുണർദം ചതുശ്ശതം, ജൂൺ 19 ആയില്യം ചതുശ്ശതം, ജൂൺ 20 മകം കലംവരവ്, ജൂൺ 23 അത്തം ചതുശ്ശതം, വാളാട്ടം കലശപൂജ, ജൂൺ 24 മിഥുനം 10 ബുധൻ തൃക്കലശാട്ട്. തൃക്കലശാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. അതിൽ എല്ലാ ദിവസവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമില്ല. മെയ് 30 അർദ്ധരാത്രി ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിയതിന് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കൊട്ടിയൂർ ഉത്സവം ആരംഭിച്ച ശേഷം കൂടുതൽ ഉത്സവ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും കൊട്ടിയൂർ പെരുമാളിൻ്റെ സന്നിധിയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ബായ്.